അപ്പോൾ കേക്ക് നമുക്ക് ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. 2 കപ്പ് മൈദ, ഒരു 100 ഗ്രാമിൻ്റെ കപ്പാണ് കേട്ടോ. 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് സാൾട്ട്, പിന്നെ പഞ്ചസാര 2 കപ്പ്. നമ്മൾ മൈദ 1 കപ്പ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഒരു 150 ഗ്രാമോളം മതിയാവും. പിന്നെ പഞ്ചസാര കപ്പ് ഫുള്ളായിട്ട് എടുക്കണം, ടൈറ്റായിട്ട് എടുക്കണം, 200 ഗ്രാം. അത് നമ്മൾ പൊടിക്കുന്നതിന് മുന്നേ ഉള്ള ക്രഞ്ചി ഷുഗറല്ല, പൊടിച്ച് കഴിഞ്ഞിട്ട് അതിനെ അളക്കുക, ഇല്ലെങ്കിൽ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാണ് വേണ്ടത്. ബീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് 4 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ 1 മിനിറ്റ് മുട്ട മാത്രം ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ചായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ്, 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിക്കാവുന്നവരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് അത്യാവശ്യം ബീറ്റായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഫിൽട്ടർ ചെയ്ത് വെച്ച മൈദ, കൊക്കോ പൗഡർ എല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ കുക്കറിൽ വെച്ച് വിസിലിടാതെ കുക്കറിലേക്ക് ഒഴിക്കുക. പിന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ അടിയിലൊരു മൂടി വയ്ക്കും. ഇപ്പോൾ ഒരു 15-20 മിനിറ്റിൽ നമ്മുടെ കേക്ക് റെഡി. ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ക്രീമാക്കാം. അപ്പോൾ ക്രീമിന് വേണ്ടിയിട്ടുള്ളത് വിപ്പിംഗ് ക്രീം ഫിയോണ എന്ന് പറഞ്ഞ കമ്പനിയാണ് എൻ്റെ കയ്യിലുള്ളത്. നല്ലൊരു കമ്പനിയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ക്രീം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു പാത്രത്തിൽ ഐസ് കട്ട എടുത്ത് അതിലേക്ക് ഈ ക്രീം ഒഴിച്ച് പാത്രം വെക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് തിക്കായിട്ട് വരണം ക്രീം. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്രീം തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ, കാണാം വീഡിയോ. ഇളകിപ്പോരാൻ പാടില്ല, അങ്ങനെ നല്ല തിക്കായിട്ടിരിക്കണം ക്രീം. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് കേക്കിൽ ക്രീം തേക്കാം. അത് ഞാൻ 2 കേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ക്രീം തേച്ചിട്ടുണ്ട്. അതിന് ഔട്ടർ പോർഷനാണുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സ്പാറ്റർ കാണുന്നു, അതുകൊണ്ടാണ് നമ്മൾ ക്രീം ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം. ഇതിന് മുകളിൽ ചോക്ലേറ്റ് ഒഴിക്കാനുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം 2 സ്പൂണ്, ഒരു സ്പൂൺ പാലും മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യിക്കുന്നത്. ചോക്ലേറ്റ് ബാറ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുകളിൽ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ചായിട്ട് ഒഴിക്കുക.